ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതിയിൻ കീഴിൽ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി മാറിയത് ഏതാണ്? തിരുവനന്തപുരം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? MS സ്വാമിനാഥൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആരാണ്? റേച്ചൽ കാഴ്സൺ. ഒരു ഭക്ഷ്യ ശൃംഖല ആരംഭിക്കുന്നത് ആരിൽ നിന്നുമാണ്? ഉൽപാദകരിൽ നിന്ന്. ഒരു ഭക്ഷ്യ ശൃംഖല അവസാനിക്കുന്നത് വിഘാടകരിൽ നിന്നുമാണ്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസക്തമാക്കുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? കണ്ടൽ ചെടികൾ. കണ്ടൽ ചെടികളെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? സുന്ദർലാൽ ബഹുഗുണ. മരം മരിക്കുന്നതും മനുഷ്യർ മരിക്കുന്നതും ഒരുപോലെ. ഇത് ആരുടെ വാക്കുകളാണ്? സുന്ദർലാൽ ബഹുഗുണ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു, നടുനിവർക്കാൻ ഒരു കുളിർ നടന്നു. ആരുടെ വരികളാണ് ഇത്? ONV കുറുപ്പ്. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ജോൺ C ജേക്കബ്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരെവിടെ മക്കളെ. ഇത് ആരുടെ വരികളാണ്? അയ്യപ്പ പണിക്കർ. കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനിയുടെ ജല ചൂഷണത്തിന് എതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? മൈലമ്മ. പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48A 51AG. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരാണ്? ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഏത് സംഘടനയാണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം നെയ്റോബി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളായ സുന്ദർബൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. പ്രൊജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം 1973. ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? വങ്കാരി മാതായി. IUCNന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻസ് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലാൻഡ്. കണ്ടൽ ചെടിയെക്കുറിച്ച് പ്രതിപാദിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. അമേരിക്കയിലെ അരിസോണയിൽ കാണപ്പെടുന്ന മരുഭൂമി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചായമടിച്ച മരുഭൂമി. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷം ഏതാണ്? 2012. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? അറബി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏതാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ വനങ്ങൾ. ലോക വനദിനം എന്നാണ്? മാർച്ച് 21. ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ്? മാർച്ച് 22. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ദുചൂടൻ. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള ജില്ല ഏതാണ്? കണ്ണൂർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര്? കമ്മ്യൂണിറ്റി റിസർവുകൾ. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ആന. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏതാണ്? ഗ്രീൻ പീസ്.
കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? തട്ടേക്കാട്. വംശനാശം ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം റെഡ് ഡാറ്റ ബുക്ക്. 2020 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ്? കൊളംബിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? വയനാട് ജില്ലയിലെ എടവക. നിശബ്ദ വസന്തം ആരുടെ രചനയാണ്? റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തത്തിന്റെ പ്രമേയം DDT. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലി. ഏത് മൃഗത്തിന്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? സിംഹവാലൻ കുരങ്ങ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ സ്ഥാപിതമായ വർഷം 1961 ഏപ്രിൽ 29. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ചമോലി ജില്ല ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ചിൽക്ക തടാകത്തിൽ ചെമ്മീൻ കൃഷിക്കെതിരെ 1992 ചിൽക്ക പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെയാണ്? ഒഡീഷ. ഇന്ത്യയിൽ ഏറ്റവും വനഭൂമി കുറഞ്ഞ സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ടൈഗർ റിസർവ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതാണ്? വേപ്പ്. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനങ്ങൾ എവിടെയാണുള്ളത്? ഗുജറാത്തിലെ ഗീർ വനങ്ങൾ. കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം 1992. നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബീച്ചുകളുടെ ഗുണനിലവാരം. ഇർവിംഗ് സ്റ്റോ, ഡൊറോത്തി സ്റ്റോ എന്നിവർ സ്ഥാപിച്ച പരിസ്ഥിതി സംഘടന ഏതാണ്? ഗ്രീൻ പീസ്. UNEP സ്ഥാപിതമായ വർഷം ഏതാണ്? 1972. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി. റെഡ് ലിസ്റ്റ് എന്ന പേരിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന സംഘടന ഏതാണ്? IUCN. ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാജ്യം ഏതാണ്? റഷ്യ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? മസനോബു ഫുക്കുവോക്ക. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? യൂജിൻ P. ഓഡ്. ചെന്തുരണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂസ്ട്ര ട്രാവൻകുറിക്ക. ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? എറണാകുളം ജില്ലയിലെ തട്ടേക്കാട്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ചിന്നാർ. ക്ലോറോ ഫ്ലൂറോ കാർബൺ കണ്ടെത്തിയത് ആരാണ്? തോമസ് മിഡ്ലെ. ഓസോൺ പാളി കണ്ടെത്തിയത് ആരൊക്കെയാണ്? ചാൾസ് ഫാബ്രി, ഹെൻറി ബ്യൂസൺ. 2012 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വതനിരകൾ ഏതാണ്? പശ്ചിമഘട്ടം. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? കരിമ്പ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടിയുടെ പേര്? എൻ്റെ മരം. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1980. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം പാണ്ട. കേരളത്തിലെ കണ്ടൽക്കാടുകളെ പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്.
പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? റൈസോബിയം. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെന്റർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലെ പാളികൾ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഇന്ത്യയിൽ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് ആദ്യം നിലവിൽ വന്നത് എവിടെയാണ്? കേരളം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? മേധ പട്കർ. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? KM മുൻഷി. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് എന്താണ്? കാവുകൾ. 1972 അമേരിക്കയിൽ DDT എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. UNEPയുടെ പൂർണ്ണരൂപം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം. സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ 1972 ജൂൺ 5 ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റോക്ക്ഹോം സമ്മേളനം. താപം, പ്രകാശം, ജലം, മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര്? അജീവിയ ഘടകങ്ങൾ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏതാണ്? വനശ്രീ. കാഷ്യൂ ഫിസ്റ്റുല ഏത് പൂവിന്റെ ശാസ്ത്രീയ നാമമാണ്? കണിക്കൊന്ന. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ സാലിം അലി. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗ്. ദേശീയ കർഷക ദിനം എന്നാണ്? ഡിസംബർ 23. കല്ലേൻ പൊക്കുടൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ടൽ കാടുകളുടെ സംരക്ഷണം. ഡോക്ടർ സാലിം അലി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഗോവ. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 16. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2006. ലോക പരിസര ദിനം എന്നാണ്? ഒക്ടോബർ 7. ലോക ഭക്ഷ്യദിനം എന്നാണ്? ഒക്ടോബർ 1. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. അമേരിക്കയിലെ ന്യൂക്ലിയർ പരീക്ഷണത്തിനെതിരെ ബ്രിട്ടീഷ് കൊളംബിയയിൽ 1971 രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? ഗ്രീൻ പീസ്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധ പട്കറുടെ നേതൃത്വത്തിൽ 1989 രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതാണ്? ഹ്യൂമൻ ഇക്കോളജി. വൃക്ഷങ്ങൾ, സസ്യലതാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ലോബയാൻ പ്രസ്ഥാനം.